സംസ്ഥാനത്ത് പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ്. ഇന്നലെ 2 ഷിഗല്ലോസിസ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ സംസ്ഥാനത്ത് 11,534 പേർക്കാണ് പനി റിപ്പോർട്ട് ചെയ്തത്. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഗുഡ് മോർണിംഗ്. പല ജില്ലകളിലും കൂടുതൽ ജില്ലകളിലേക്ക് ഇന്നലെ തൃശ്ശൂരിൽ ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ജില്ലകളിലേക്ക് ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. പനി മരണങ്ങൾ ഉണ്ടാകുന്നു. ഡെങ്കിപ്പനി മരണം റിപ്പോർട്ട് ചെയ്യുന്നു. കോളറയുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ കോളറ സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങൾ ആ കാര്യത്തിൽ നേരിടുന്നു. എന്താണ് നിലവിൽ സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം? ഏതൊക്കെ പനികളെയാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റിന. എന്തായാലും സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ വകുപ്പ് ഉണ്ട് എങ്കിൽ പോലും അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സംശയമായി പറയുന്നത്. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. ആരോഗ്യ വകുപ്പ് മന്ത്രി അതിന് കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ കണക്കുകൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള വർധനവ് പനിയിലും ഷിഗല്ല രോഗത്തിലും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് കോഴിക്കോട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിപയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവലോകന യോഗങ്ങളൊക്കെ തന്നെ ചേരുന്നുണ്ട്. കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ സംസ്ഥാനത്ത് 11,534 പേർക്കാണ് പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വയനാട് കൽപ്പറ്റ സ്വദേശിയായിട്ടുള്ള 10 വയസ്സുകാരൻ പനി ബാധിച്ച മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോവിഡ് കൂടി കുട്ടിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാണ്. ഏതായാലും ഈ പനിക്കൊപ്പം ഷിഗല്ല രോഗം ഇന്നലെ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 2 പേരുടെയും നില ഗുരുതരമല്ല, തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ച രോഗിയുടെ നില 29 വയസ്സുകാരനാണ്, തൃപ്തികരമാണ്. ഒപ്പം സംസ്ഥാനത്ത് ആകെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 135 കേസുകളാണ് ഈ വർഷം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 50 കേസുകൾ ഈ മാസം മാത്രം ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കൂടി പുറത്ത് വരുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ കണക്കാണ് നമ്മൾ പറയുന്നത്. ഇന്നത്തെ കണക്ക് ഇനി വൈകുന്നേരം ലഭ്യമാകും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും നൽകാൻ കഴിയുന്ന വിവരവും. ശരി, എന്തായാലും സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ളതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ജാഗ്രത ഉണ്ടാവണം. കൈ നല്ല വൃത്തിയായി കഴുകുക. കാരണം രോഗബാധിതർ എവിടെയൊക്കെ ഈ കൈ ഏത് പ്രതലത്തിൽ വെച്ചാലും ആ അണു അവിടെ ഉണ്ടാവും. അതിൽ നിന്നാണ് മറ്റുള്ളവർ സ്പർശിക്കുമ്പോൾ വയറ്റിലൂടെ അത് വീണ്ടും അടുത്ത ആളിലേക്ക് പകരുന്നത്. കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും അതിൽ നന്നായി പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വൃത്തിയായി സൂക്ഷിക്കുന്നു പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ. ഓരോ രോഗത്തിനും ഓരോ ലക്ഷണമാണ്, ഓരോ പനിക്കും ഓരോ ലക്ഷണമാണ്. അതെല്ലാം കൃത്യമായി ശ്രദ്ധിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.